ഹലോ എവരിവൺ, ബിഫോർ ദ സൺസെറ്റിൻ്റെ മലേഷ്യൻ യാത്ര മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മലേഷ്യൻ തലസ്ഥാനമായ കൊലാലംപൂരിലെ KLCC അക്വേറിയ എന്ന ഓഷനേറിയമാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. കൊലാലംപൂർ സിറ്റി സെൻറ്ററിനുള്ളിൽ KLCC കൺവെൻഷൻ സെൻറ്ററിന് താഴെയുള്ള ഭൂഗർഭ നിലയിലാണ് ഈ ഓഷനേറിയം സ്ഥിതി ചെയ്യുന്നത്. അക്വേറിയ ടിക്കറ്റ് എടുത്ത് വേണം ഉള്ളിൽ പ്രവേശിക്കാനായിട്ട്. അറുപതിനായിരം ചതുരശ്ര അടി വിസ്തീർണത്തിൽ 2 തലങ്ങളിലായി നിർമ്മിച്ചിരിക്കുന്ന ഇത് 2005 ഓഗസ്റ്റിലാണ് ഓപ്പൺ ചെയ്തത്. സേവ് അവർ ഫിൻസ്. ഇതുപോലെ ബോധവൽക്കരണത്തിനായി അവിടെയൊക്കെ പോസ്റ്ററുകളും വിവരങ്ങളും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കരയിൽ നിന്ന് കടലിലേക്കുള്ള ജലത്തിൻ്റെ യാത്രയെ അടിസ്ഥാനമാക്കിയാണ് ഈ അക്വേറിയ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് മലേഷ്യയിലെ ഏറ്റവും വലിയ ഓഷനേറിയ ആണ്. മലേഷ്യൻ ജലാശയങ്ങളിൽ നിന്ന് മാത്രമല്ല, ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് 250-ലധികം വ്യത്യസ്ത സ്പീഷീസുകളിലായി 5000-ലധികം ജല ജന്തുക്കൾ ഈ ഓഷനേറിയത്തിലുണ്ട്. ഇത് റിബൺ ഫിഷാണ്. റിബൺ പോലെ ഇരിക്കുന്നു. ദ ലിവിങ് ഓഷ്യൻ. ഈ അക്വേറിയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അണ്ടർ വാട്ടർ ടണലാണിത്. ആയിരക്കണക്കിന് ജലജീവികൾ സ്വതന്ത്രമായി വിഹരിക്കുന്ന ഈ കൃത്രിമ ജലാശയത്തിനകത്തുകൂടി ഒരു അടിപൊളി യാത്ര. 90 മീറ്ററാണ് ഈ ഗ്ലാസ് ടണലിൻ്റെ നീളം. താഴെ സാവധാനം ചലിക്കുന്ന വാക്ക്വേ ആണ്. അതിൽ നിന്നുകൊടുത്താൽ കൂറ്റൻ സ്രാവുകളും തിരണ്ടികളും അടക്കം അനേകായിരം കടൽജീവികൾ ചലിക്കുന്നതും കണ്ടുകൊണ്ട് അങ്ങനെ കൗതുകത്തോടെ നമുക്ക് സാവധാനം നീങ്ങാം. എന്ത് രസമാണെന്നോ.
വ്യത്യസ്തങ്ങളായ കൂറ്റൻ തിരണ്ടികളാണ് നമ്മെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്. ചിറകും വീശി അവ അങ്ങനെ പോകുന്നത് കണ്ടാൽ നല്ല കൗതുകത്തോടെ നമ്മൾ നോക്കി നിന്നു പോകും. സത്യത്തിൽ ഏറ്റവും ഭംഗിയുള്ള മത്സ്യം തിരണ്ടിയാണോ എന്ന് ഇത് കണ്ടപ്പോഴാണ് സംശയം തോന്നിയത്. ഇത് ഒക്ടോപ്പസ് ആണ്. ഇവൻ്റെ ഒരു സൂപ്പർ പ്രകടനം ഞാൻ ഷോർട്സിൽ ഇടുന്നുണ്ട്, കാണണം കേട്ടോ. ഇത് ജെല്ലി ഫിഷാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നോ, ഇതിന് യഥാർത്ഥത്തിൽ ബ്രെയിൻ ഇല്ല. പ്രവർത്തനങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് കുറച്ച് നെർവ്സ് ആണ്. പഠിക്കുന്ന കാലത്ത് സുവോളജിയിൽ ജെല്ലി ഫിഷിനെ കുറിച്ച് പഠിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷേ ജീവനോടെ കാണുന്നത് ഇതാദ്യമാണ്. വിനോദത്തോടൊപ്പം വിജ്ഞാനവും പ്രദാനം ചെയ്ത ഈ അക്വേറിയ വിസിറ്റ് ശരിക്കും നല്ലൊരു അനുഭവമായിരുന്നു. നമ്മളുടെ നാട്ടിലുണ്ട് കേട്ടോ ഇതുപോലെ ഒരെണ്ണം. എന്നുവെച്ചാൽ തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് മറൈൻ വേൾഡ്, അതും അടിപൊളിയാണ്, കാണണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.